ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് നമ്മളെ ഷോർട്സ് എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഷോർട്ട് വീഡിയോ ഒരു സെറ്റിംഗ് പോലും ഒഴിവില്ലാതെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 4 ഉണ്ട്. മെയിനായിട്ട് ഒന്ന് ടൈറ്റിൽ, 2 ഡിസ്ക്രിപ്ഷൻ, 3 നമ്മുടെ #, അതേപോലെ നമ്മുടെ തംബ്നെയിൽ. ഈ 4 കാര്യങ്ങളാണ് കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ സെറ്റിങ്ങും ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോം, ഷോർട്സ്, അതേപോലെ ഒരു പ്ലസ്. ആ പ്ലസ്സിൽ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരെ മുകളിൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും 15 സെക്കൻഡ്. ഈ 15 സെക്കൻഡ് ഉള്ളത് എന്ത് ചെയ്യുക, നമ്മൾ അവിടെ ടച്ച് ചെയ്തിട്ട് അത് 3 മിനിറ്റ് വരെ നമുക്ക് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഈ 3 മിനിറ്റ് കൂടുതലുള്ളതാണ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ആകുന്നത്. അത് 3 മിനിറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ നേരെ താഴെ വന്നിട്ട് ഇടത് സൈഡിൽ നിങ്ങൾക്ക് ആഡ് എന്ന് കാണാൻ പറ്റും. ആ ആഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ച നിങ്ങളുടെ ഷോർട്ട് ഏത് വീഡിയോ ആണോ അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ആഡ് ചെയ്തു. അതിന് ശേഷം പ്രോസസ്സ് ആവും. നിങ്ങൾ പ്രോസസ്സ് ആയതിനു ശേഷം എന്ത് ചെയ്യുക, ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യണമെങ്കിൽ നേരെ റൈറ്റ് സൈഡിൽ അതിൻ്റെ കുറച്ച് എഡിറ്ററൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഏതാ വേണ്ട വെച്ചാൽ അതൊക്കെ എഡിറ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. അതേപോലെ നിങ്ങൾ ചെയ്ത ഷോർട്ടിന് നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് നേരെ മുകളിൽ ആഡ് സൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പറ്റുന്ന മ്യൂസിക്കുകൾ അവിടെ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതെല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന നിങ്ങൾ നെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നെറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ഹാങ്ങായി കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് വന്നതിന് ശേഷം നിങ്ങൾ ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. കുറഞ്ഞ കാര്യങ്ങൾ. ക്യാപ്ഷൻ യുവർ ഷോർട്ട് നേരെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അതിനകത്ത് നിങ്ങളുടെ കണ്ടന്റ് എന്താണോ അതിന് അനുയോജ്യമായിട്ടുള്ള അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 2 കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മറ്റുള്ള വ്യൂസിന് കാണാൻ പറ്റുന്ന നമ്മളെ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. ഒന്ന് ക്യാപ്ഷൻ ടൈറ്റിൽ കൊടുക്കുന്നില്ല, അതാണ് നമുക്ക് വ്യൂസിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഇത്. അതേപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പെൻസിലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏത് നല്ല പുറത്തുള്ള വ്യൂസിനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചർ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കാണാൻ നിങ്ങൾക്ക് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കാണുന്നുണ്ടാവും വിസിബിലിറ്റി എപ്പോഴും നിങ്ങൾ അൺലിസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിൽ ഒരുപാട് എഡിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്താൽ അത് റെഡിയായി കിട്ടുന്നതല്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അൺലിസ്റ്റ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എപ്പോൾ ഷോർട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴും അൺലിസ്റ്റ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുക. അതേപോലെ പിന്നെ ലൊക്കേഷൻ അതിൻ്റെ താഴെ കാണുന്നുണ്ട്. ലൊക്കേഷന് നമ്മൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ ഞാൻ ചിലത് കൊടുക്കാറുണ്ട്, ചിലത് കൊടുക്കാറില്ല. അത് കൊടുക്കാന്ന് വെച്ചാൽ കേരള അല്ലെങ്കിൽ ഇന്ത്യ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പിന്നെ അതിൻ്റെ താഴെ ഉള്ളത് കണ്ടില്ലേ, സെലക്ട് ഓഡിയൻസ്. ഈ സെലക്ട് ഓഡിയൻസിൽ നമ്മൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചെയ്ത ഈ ഷോർട്ട് വീഡിയോയിൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമാണ് അതോ മുതിർന്നവർക്ക് കാണാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഞാനിവിടെ കൊടുക്കുന്നു നമുക്ക് 18 വയസ്സിന് മുകളിലുള്ളവർക്കും കാണാനുള്ളതാണ്. അതാണ് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. അപ്പം ഞാൻ അവിടെ ടിക്ക് ചെയ്യുകയാണേ. അതിനുശേഷം റിലേറ്റഡ് വീഡിയോ എന്ന് കാണാം. ഈ റിലേറ്റഡ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത ഏതെങ്കിലും ഇനി വ്യൂസ് കൂടിയിട്ടുള്ള ഏതെങ്കിലും ഷോർട്ട് വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് റിലേറ്റഡ് വീഡിയോ എന്നുള്ളത്. പിന്നെ എലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ് അതിൻ്റെ താഴെ ഉള്ളത് കണ്ടില്ലേ,
ഈ എലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്ത ഷോർട്ട് അതേപോലെ അതിലുള്ള വോയിസ് മറ്റൊരാൾക്ക് കോപ്പി ആയിട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അർഹത കൊടുക്കുന്നതിൻ്റെ ഇതാണ്. അപ്പം നിങ്ങളുടെ വീഡിയോ ആർക്കും എഡിറ്റ് ചെയ്യാൻ താല്പര്യം കൊടുക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലോ ഓൺലി ഓഡിയോ റീമിക്സിങ് മാത്രം കൊടുക്കുക. കാരണം വെച്ചാൽ നിങ്ങളുടെ വോയിസ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ എല്ലോ ഓൺലി ഓഡിയോ റീമിക്സിങ് കൊടുക്കുകയാണ്. അതിനുശേഷം പെയ്ഡ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കണ്ടന്റ് പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടുള്ളതാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല. അപ്പോൾ ഞാൻ അവിടെ നോ കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ കണ്ടില്ലേ അൾട്ടേർഡ് കണ്ടന്റ്. ഈ അൾട്ടേർഡ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ AI മുതലായവ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്, അത് നിങ്ങൾ ആരുടെയോ കോപ്പി എടുത്തിട്ടാണ് ഈ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്തത് അതല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം കമൻറ്റ്, നേരെ താഴെ നിങ്ങൾക്ക് കാണും കമൻറ്റ്. ആ കമൻറ്റ് നിങ്ങൾക്ക് ഓണാക്കിയിട്ടാൽ അത് ഓഫ് ചെയ്യണമെങ്കിൽ അവിടെ ടച്ച് ചെയ്തിട്ട് ഓഫ് ചെയ്താലും മതി കേട്ടോ. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലോഡ് ഷോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്, അതുകൂടി നോക്കാം. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡാഷ്ബോർഡ് കഴിഞ്ഞിട്ടുള്ള താഴെ നിങ്ങൾക്ക് കാണാൻ കണ്ടന്റ് എന്നുള്ളത്. ആ കണ്ടന്റിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ പോസ്റ്റ് ചെയ്ത് ഏതാണോ ആ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ച് ലാഗ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇത് വന്നതിന് ശേഷം മുകളിൽ നിങ്ങൾക്ക് ഒരു പെൻസിൽ ഐക്കൺ കാണാൻ പറ്റും. ആ പെൻസിൽ ഐക്കണിൽ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുക. പെൻസിൽ ഐക്കൺ വന്നതിന് ശേഷം നിങ്ങൾ കാണുന്നില്ല ടൈറ്റിൽ. ആ ടൈറ്റിൽ ഉള്ളിടത്ത് നിങ്ങൾക്ക് ഇതിന് അനുയോജ്യമായത് എന്തെങ്കിലും നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ഒരു ഷോർട്ട് എടുത്ത് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റുള്ള വ്യൂസിന് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലുള്ള ടൈറ്റിലാണ് നിങ്ങൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ ടൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാഷ്ടാഗ് വെച്ചിട്ട് നിങ്ങളുടെ ചാനലൊന്ന് മെൻഷൻ ചെയ്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നേരെ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് നേരെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, നേരെ ആഡ് ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ താഴെ കണ്ടില്ലേ, അതിൽ ഇതേപോലെ തന്നെ നിങ്ങൾ കൊടുത്തേക്കുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് നിങ്ങൾ താഴെ വന്നതിന് ശേഷം നിങ്ങൾ കുറച്ച് ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ട് അത് സ്പേസ് ഇടാതെ നിങ്ങൾ കുറച്ച് ഹാഷ്ടാഗ് അവിടെ ചേർത്ത് കൊടുക്കുക. അതായത് ന്യൂസ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വൈറൽ, അതേപോലെ യൂട്യൂബ് ടിപ്സ്. അപ്പോൾ നിങ്ങളുടെ കണ്ടന്റ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള രീതിയിലുള്ള അതിനനുസരിച്ചുള്ള കുറച്ച് ഹാഷ്ടാഗുകൾ നിങ്ങളിവിടെ എഴുതി ചേർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴോട്ട് വന്നിട്ട് നിങ്ങളുടെ ഷോർട്ട് വീഡിയോ എന്തിനാസ്പദമായിട്ടുള്ള എന്നുള്ളത് നിങ്ങൾ കുറച്ച് വീട് അവിടെ മലയാളത്തിലോ അതോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നിങ്ങളെ കണ്ടന്റ് എന്താണെന്നുള്ളത്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൽ ചാനൽ കയറിയിട്ട് നിങ്ങളുടെ ചാനൽ ഏതെങ്കിലും മെൻഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ ആ കോപ്പി ചെയ്ത് നേരെ പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ചെയ്തിയാണ് ഓഡിയൻസ് നമ്മൾ ചെയ്തു, റിലേറ്റഡ് വീഡിയോ കൊടുത്തു, ലൊക്കേഷൻ്റെ നമ്മൾ കൊടുത്തതാണ്, പിന്നെ അൾട്ടേർഡ് കണ്ടന്റ് നമ്മൾ കൊടുത്തു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒന്നുണ്ട്. നേരെ നിങ്ങൾക്ക് താഴെ ഏറ്റവും താഴെ കാണാൻ പറ്റും ടാഗ്സ്, മോർ ഓപ്ഷൻസ്, ടാഗ്സ് ഷോർട്ട് റീമിക്സിങ് കാറ്റഗറിയിലുണ്ട്. അതിൽ ടച്ച് ചെയ്യുക. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ടാഗ്സ് എന്ന് കാണാൻ പറ്റും. ഈ ആഡ് ടാഗ്സ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ പലരും സെർച്ച് ചെയ്യുന്ന വീടുകളുണ്ടല്ലോ, നിങ്ങളെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട ഏത് വീടൊക്കെയാണെന്നുള്ളത് നിങ്ങളിവിടെ ഹാഷ്ടാഗ് ഉപയോഗിക്കാതെ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് 500 വരെ, നിങ്ങൾക്ക് 500 ലെറ്റർ വരെ അതിനകത്ത് ആഡ് ചെയ്ത് ചേർക്കാൻ പറ്റുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് അവിടെ ചേർക്കാം.
പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കാറ്റഗറി. കാരണം വെച്ചാൽ നമ്മൾ ഏത് കാറ്റഗറിയാണ് നമ്മൾ ചെയ്യുന്നതെന്നല്ല, നിങ്ങളെ കണ്ടന്റ് ഏതാണ് ആ രീതിയിലുള്ള ഈ പ്ലസ്സിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ കോമഡി ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, ഫിലിം ആൻഡ് ആനിമേഷൻ. അതിൽ ഏത് കാറ്റഗറി പെട്ടതാണ് നിങ്ങളുടെ കണ്ടന്റ് എന്നുള്ളത് നോക്കിയതിന് ശേഷം ആ രീതിയിലുള്ള ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന ഇത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോ ഹൗ മെനി വ്യൂസ് ലൈക്ക് ദിസ് വീഡിയോ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്താൽ, ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്തവരെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ആ ടിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഞാൻ ലൈക്ക് ചെയ്യുന്നത് ഞാൻ ഓഫ് ചെയ്ത് വെക്കാറാണ്, ഞാൻ ആ ടിക്ക് ചെയ്യാറില്ല. പിന്നെ എലോ എംബഡിങ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഷോർട്സ് അഥവാ ലോങ് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ എലോ എംബഡിങ് കഴിയുന്നതും നിങ്ങൾ കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങളുടെ ചാനൽ വൈറലാകാൻ വേണ്ടിയിട്ടും അതേപോലെ വ്യൂസ് കൂടാനും നിങ്ങളുടെ ചാനലിൽ തന്നെ വന്നിട്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അതിനുള്ള സെറ്റിംഗ് ആണ്. അപ്പോൾ ഈ അലോ എംബഡിങ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ലിങ്കിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ലിങ്ക് അവർക്ക് എടുത്ത് കാണാനുള്ള ഇതാണ് ഈ എലോ എംബഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടിക്ക് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്ത വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് ആ ചാനലിൽ വന്നിട്ട് കാണാനുള്ളത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എലോ എംബഡിങ് കഴിയുന്നതും ടിക്ക് ഒഴിവാക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ അൺലിസ്റ്റഡ് ആക്കി വെച്ചില്ലേ, അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ അൺലിസ്റ്റ് ഉള്ളത് നമ്മൾ പബ്ലിക് ആക്കി പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ പബ്ലിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഏറ്റവും താഴെ കാണാൻ പറ്റും സ്കെഡ്യൂള്. ഈ സ്കെഡ്യൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഒരു ഡേറ്റ് കൊടുക്കുന്നതും അതേപോലെ നമ്മുടെ ഒരു ടൈമിനനുസരിച്ചുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സെറ്റ് ചെയ്ത ആ ടൈമിന് നിങ്ങളുടെ ഈ ഷോർട്ട് അപ്ലോഡ് ചെയ്തത് ആ ടൈമിന് അത് യൂട്യൂബിൽ അപ്ലോഡ് ആയിട്ട് വ്യൂസിലേക്ക് എത്തിപ്പോകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂട്യൂബ് ഷോർട്ട് ലോങ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആ ടൈറ്റിലും അതേപോലെ നിങ്ങളുടെ തമ്പനയിൽ വെക്കുന്നതും പിന്നെ നമ്മുടെ ആഡ് ടാഗ്സ്, ഈ 3 കാര്യങ്ങളുമാണ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വീണ്ടും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തും. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ഇതിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.